ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. ഒരു പിതാവിൻ്റെ, ഒരു മാതാവിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? തലമുറയുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ സ്വാധീനത്തിന്റെ പങ്ക് എന്താണ്? ഇത് ഗൗരവമായി മനസ്സിലാക്കണം. മാതാപിതാക്കൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുകയില്ല. ശ്രദ്ധിക്കുക, വിപിനെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുകയില്ല. കുഞ്ഞുങ്ങൾ നിരീക്ഷണത്തിലൂടെ മാത്രമേ നിയന്ത്രിക്കപ്പെടുകയുള്ളൂ. സ്വാഭാവികമായി ജന്മം കൊടുക്കുന്ന മാതാപിതാക്കളുടെ ജീനിന്റെ സ്വഭാവം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് തലമുറകളിലൂടെ പകരപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കൊടുങ്കാടിന്റെ നടുവിൽ ഒരു കാട്ടുകള്ളന്റെ ഗുഹയ്ക്കകത്ത് പാർത്ത് ജന്മം കൊണ്ട ഒരു കാട്ടുകള്ളന്റെ ഭാര്യയിൽ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കോൺവെന്റിലോ ഭക്തി നിർഭരമായ സ്ഥാനത്തോ കൊണ്ടുവന്ന് വളർത്തിയാലും കാട്ടുകള്ളന്റെയും ഭാര്യയുടെയും നേച്ചർ ആ കുഞ്ഞിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഏറ്റവും ഭക്തി നിർഭരമായ ജീവിത മാതൃകയിൽ വളർത്തിയ ഒരു കുഞ്ഞിനെ ഒരു കാട്ടുകള്ളന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി എല്ലാ പരിചരണങ്ങളും നൽകി വളർത്തിയാലും ആ നിഷ്കളങ്കതയും അതിൽ പ്രതിഫലിക്കും. അങ്ങനെ ജന്മം കൊണ്ട് തന്നെ പ്രതിഫലിക്കുന്ന ഒരു നേച്ചർ കുടുംബത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട്. അത് നമ്മുടെ ജന്മത്തിന്റെ ഭാഗമാണ്. എന്നാൽ തലമുറകളുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ തലമുറകളെ അസാധാരണമായി സ്വാധീനിക്കും. അത് ശിക്ഷണം കൊണ്ടല്ല, അത് നിരീക്ഷണം കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് മാതാപിതാക്കൾ എന്താണോ വിതയ്ക്കുന്നത്, നാളെ കുഞ്ഞുങ്ങളിലൂടെ അത് തിരിച്ചു കൊയ്യും എന്ന വസ്തുത വിസ്മരിക്കാതെ നാം ഓർക്കണം. നിശ്ചയമായും ഇന്ന് കുഞ്ഞുങ്ങൾ കണ്ടുവളരുന്നത് നാളെ അവർ പ്രവൃത്തി പദത്തിൽ വിലയിരുത്തി കൊണ്ടുവരും. നിരവധി തെളിവുകൾ അതിൽ നിരത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അതിനെ പോറ്റി വളർത്തുക. ഒരു അപ്പന്റെയും അമ്മയുടെയും ദൗത്യ നിർവഹണം അതിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക. ഓർക്കുക, ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ ഉത്തരവാദി അടുത്തിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകനല്ല. ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ ഉത്തരവാദി ഇതിന്റെ അടുത്ത ബന്ധുക്കളല്ല. ഇതിന്റെ ആത്മാവിന്റെ ഉത്തരവാദി ദൈവം ഇവരെ ഫലമേൽപ്പിച്ചിരിക്കുകയാൽ ഇവർ തന്നെയാണ് ഇവരുടെ ആത്മാവിന്റെ ഉത്തരവാദി.